ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ബുധനാഴ്ച ഞങ്ങൾ പിള്ളേർ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ കണ്ടത്. കാരണം ഇവിടെ ഈ സമയത്ത് നമ്മുടെ വിൻ്റർ ചെറുതായിട്ടൊന്ന് തീരാൻ തുടങ്ങി. അപ്പോൾ ഓട്ടം പിന്നെ സമ്മർ തുടങ്ങാൻ തുടങ്ങിയപ്പം സമ്മറിന് മുന്നത്തെ എന്നാ പറയണ്ടേ പൂക്കളും കായ്കളും എല്ലാം പൂക്കളൊക്കെ ഇവർ വളർത്തിയെടുക്കുന്ന സമയമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലായിട്ട് പൂക്കളുകളും ചെറിയ ചെറിയ പൂക്കളുകളെല്ലാം ഇവർ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പലതരത്തിലുള്ള ഓർക്കിഡുകളും ആന്തൂറിയും എന്ത് രസമാണ്. ഡിഫറെൻറ്റ് കളറിലുള്ള എല്ലാം എനിക്ക് കാണാൻ പറ്റി. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കുറേ പൂക്കളും എല്ലാം എനിക്ക് നാട്ടിലത്തെ പൂക്കളുമായിട്ട് എനിക്ക് സെയിം ആണെന്ന് തോന്നി കേട്ടോ. അപ്പം പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്തെ കിണറിൻ്റെ സൈഡിലൊക്കെ ഉള്ള പൂക്കൾ പോലെ എനിക്ക് ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ തോന്നി കേട്ടോ. അതുപോലെ ഈ പല പല മിക്സായിട്ടുള്ള പിങ്ക്, യെല്ലോ, അതുപോലെ മഞ്ഞ, പച്ച, നീല, ചുവപ്പ് ഇങ്ങനെ എല്ലാ റോസ് ഇങ്ങനെ എല്ലാ പൂക്കളുകളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കര ഒരു കുളിർമ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് കേട്ടോ അത്. അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു തണ്ടയിലിങ്ങനെ അറ്റത്തൊരു മഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട്, അതുപോലെ ഇത് കണ്ടില്ലേ മിക്സായിട്ടുള്ള പൂക്കളുകളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഇതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല. 10 പൗണ്ടിന് 3 അല്ലെങ്കിൽ 4 പോട്ടുകൾ കിട്ടും കേട്ടോ. അത് നമ്മൾ അതുപോലെ തന്നെ മണ്ണിലേക്ക് കൊണ്ട് അങ്ങ് കുഴിച്ച് വെച്ചാൽ മതി. ഇത് ഒത്തിരി വളരത്തൊന്നുമില്ല. അതുപോലെ ഈ വയലറ്റ് പൂക്കൾ എന്ത് രസമുണ്ടല്ലോ, എന്ത് ഭംഗിയാണിത് കാണാൻ എന്നാ പറഞ്ഞാലും. അതുപോലെ പിങ്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് പിങ്ക്. അപ്പം ഈ പിങ്കും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇതിന് ശരിക്കും നമുക്കൊരു സുഖമാണ്, മനസ്സിനൊക്കെ ഒരു കണ്ണുകൾക്ക് ഒരു ആനന്ദം ഉണ്ടാക്കുന്നൊരു കാഴ്ചകളാണ് കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ, ഇതിലൊക്കെ അധികം പൂക്കളായിട്ടില്ല. ഇതെല്ലാം ഇവർ പ്രിപ്പയർ ചെയ്യുകയാണ്, സമ്മറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് കേട്ടോ ഇത്. അപ്പോൾ മേടിക്കേണ്ടവർക്ക് മേടിക്കാം. ഇതിപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ഇത്തരം പൂക്കളാകും. ഓരോ ഡേ ബൈ ഡേ ഇതിനകത്ത് പൂക്കളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഇത് കണ്ടോ, ഈ പൂക്കളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പല കളറിലുള്ള പൂക്കൾ കേട്ടോ. യെല്ലോയിൽ തന്നെ റെഡും എല്ലാം കൂടി മിക്സായിട്ടുള്ള പൂക്കളുകൾ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളുകൾക്കൊന്നും മണമില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ റോസപ്പൂവിനൊക്കെ നല്ല മണമാണ് കേട്ടോ. അതുപോലെ ഇതിവിടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് മഷത്തണ്ട് പോലെ ഇരിക്കും കേട്ടോ. ഇത് ഇത്രയൊക്കെ വളരത്തുള്ളൂ, ഇത് കൂടുതൽ വളർത്തുന്നില്ല. അപ്പം ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് നല്ല പൂക്കളുകളെല്ലാം മേടിച്ച് കുറേ നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതും അതിൻ്റെ കിഴങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കണ്ടില്ലേ കിഴങ്ങുകളെല്ലാം വളർത്തി വരുന്ന സമയമാണ്. തുള്ളിപ്പോൾ ഡാഫ്ഡൈൽസ് എല്ലാം വളർന്നു വരുന്ന സമയമാണ്. അതിൻ്റെ കിഴങ്ങുകളെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് ഇവർ. അങ്ങനെ കുറേ പൂക്കളും എല്ലാം കണ്ട് ശരിക്കും ഒത്തിരി സന്തോഷമായി പോയി ഇന്നത്തെ ദിവസം. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് പൂക്കളൊക്കെ മേടിച്ച് നമ്മുടെ ഇത് ബാസ്ക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പണമരം നമുക്കറിയാമല്ലോ, നമ്മുടെ മണി പ്ലാന്റ് അത് കണ്ടു. പക്ഷേ ഞങ്ങൾ മേടിച്ചില്ല, കാരണം നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഓൾറെഡി ഒരു ചെറിയ കുപ്പിക്കകത്ത് മണി പ്ലാന്റ് ഇരിപ്പുണ്ട് വീട്ടിൽ, അതുകൊണ്ട് ഇതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ വിത്തുകൾ മേടിക്കാൻ കിട്ടും. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്ലവേഴ്സിനാണേലും വിത്ത് മേടിച്ചിട്ട് നമുക്ക് പാകാൻ പറ്റിയ സമയം കൂടിയാണ്. അപ്പം അതിനകത്ത് നിന്ന് കുറച്ച് വിത്തൊക്കെ മേടിച്ചു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്